ബിനിൽ, ഇന്ന് അവിടെ പ്രതിഷേധ ഹർത്താലാണ് ഉള്ളത്. ജനങ്ങൾ വലിയ തോതിൽ വലിയ പ്രതിഷേധം നടത്തിയതിനു ശേഷമാണ് അവർക്ക് ഉറപ്പുകളെങ്കിലും ലഭിച്ചത്. എപ്പോഴാണ് മറ്റ് കാര്യങ്ങളൊക്കെ, എന്തൊക്കെ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്? മധു, കുട്ടപ്പുഴയിലും കോതമംഗലത്തും ഇന്ന് ഹർത്താലാണ്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും പങ്കെടുക്കുന്ന ഹർത്താൽ എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് രാഷ്ട്രീയ വ്യത്യാസമില്ല. കാരണം ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമെന്നാണ് അവർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അത്രമാത്രം വലിയ പ്രതിഷേധം ഈ മേഖലയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. അതിനുള്ളൊരു കാരണമെന്നത് കാലാകാലങ്ങളിലായി സർക്കാരുകൾ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ്. നേരത്തെ ജില്ലാ കളക്ടറുടെ വാക്കുകൾ നമ്മൾ കേട്ടു, ഇവിടെ ഡ്രഡ്ജ് താഴ്ത്തുന്നതിനുള്ള നടപടികൾ എടുക്കുമെന്നത്. പക്ഷേ അതിപ്പോഴും ആരംഭിച്ചിട്ടില്ല. അതിനെതിരെ പോലും ഇപ്പോൾ നാട്ടുകാർക്ക് ശബ്ദം ഉയർത്തേണ്ടി വരികയാണ്. ഇതുവരെ എന്ത് നടപടികളാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് തന്നെയാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇവിടെ ഈ വനംവകുപ്പിന്റെ നടപടികൾ അത് കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു പരാതി നാട്ടുകാർക്കുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന ഫോറസ്റ്റുകാർ ഈ അന്യ ജില്ലയിൽ നിന്നാണ് വരുന്നത്. അവരാരും വനത്തിൻ്റെ ഉള്ളിൽ പോവുകയോ ഫീൽഡ് വർക്കുകൾ ചെയ്യുകയോ ഈ വന്യമൃഗങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് വരുന്നതെന്നൊന്നും അവർ പഠിക്കാൻ തയ്യാറാവുന്നില്ല. ഇന്നലെ ഈ സംഭവം നടന്ന സ്ഥലം എന്നത് വനം വകുപ്പിൻ്റെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ മാത്രം മാറിയാണ്. അത്തരം ഒരു സ്ഥലത്ത് ആന വന്നിട്ടും ഒരാൾ നടന്നു പോകുമ്പോൾ ആ ഭാഗത്ത് ആന നിൽക്കുന്നു എന്നത് വനം വകുപ്പ് അറിഞ്ഞില്ല എന്നാണ്. അതെ, അവർക്കവിടെ നിലവിലെ RRT ടീം ഉണ്ട് ഇവിടെ. പക്ഷേ അതിന് അവർ പറയുന്ന ഡീസലില്ല വണ്ടിക്കകത്ത്. ഇവിടെ 2 വർഷം മുമ്പ് ഒരാളെ ആന തട്ടിയിടുകയും കഴിഞ്ഞ വർഷം ഒരാളെ സന്തോഷം എന്ന് പറയുന്ന ഒരാളെ കൊല്ലുകയും ചെയ്തതോടുകൂടിയാണ് ഒരു RRT ഇവിടെ വെച്ചത്. പക്ഷേ അത് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. ഇപ്പോൾ ഇവിടുത്തെ സംഭവങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾ ഡെയിലി മിനിസ്റ്ററെ വിളിക്കാറുണ്ട്. മിനിസ്റ്റർ ഇതൊന്നും ചെവി കേൾക്കില്ല. ഇവിടുത്തെ വിഷയങ്ങളെല്ലാം ഡെയിലി ഞങ്ങൾ അദ്ദേഹത്തെ അറിയിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഡ്രഡ്ജ് താഴ്ത്താമെന്നാണ് ഉറപ്പ്. ഇവിടെ ഡ്രഡ്ജ് താഴ്ത്തുമ്പോഴുള്ള ഒരു പ്രശ്നം വെച്ചാൽ, ഒന്ന്, ഇവിടെ മണ്ണാഴം കുറവുള്ള സ്ഥലമാണ്. ഇവിടെ റെയിൽ ഫെൻസിങ് മാത്രമാണ് ശാശ്വതമായ പരിഹാരം ചെയ്യാൻ കഴിയുള്ളൂ. ആ റെയിൽ ഫെൻസിങ് ചെയ്താൽ ഇതിവിടെ ചെയ്യും. അപ്പോൾ റെയിൽ ഫെൻസിങ് ചെയ്യുമ്പോൾ ഇതിനകത്ത് 10 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്താൽ 1 ലക്ഷം രൂപയുടെ വർക്ക് മാത്രമാണ് ഇവിടെ ഫലത്തിൽ കാണുള്ളൂ. ബാക്കി വനംവകുപ്പിൽ തന്നെ ഇത് ആവിയായി പോവുക. ഭയങ്കര അഴിമതിയാണ് ഈ കാര്യത്തിൽ. ഇവിടെ റെയിൽ ഫെൻസിങ് ചെയ്താൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയെടുക്കൂ. ഇപ്പോൾ ഈ ഭാഗത്തെന്ന് വെച്ചാൽ കാട്ടിനുള്ളിലൂടെയാണ് റോഡുകൾ കടന്നു പോകുന്നത്. ഇപ്പോൾ വനമന്ത്രി തന്നെ പറയുന്നത് കാട്ടിനുള്ളിലൂടെയുള്ള റോഡ് നിർമ്മാണം പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. അത് പലയിടത്തും ഇത്തരത്തിലുള്ള വന്യജീവി സംഘർഷങ്ങൾക്ക്, വന്യജീവി മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വന മേഖലയിലൂടെ തന്നെയാണ് പോകുന്നത്. അതിനെന്താണ് ഇപ്പോൾ ഒരു പരിഹാരമായിട്ടുള്ളത്? കേരളത്തിൽ 90 കിലോമീറ്റർ 14 ജില്ലകളിലായി 90 കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള റോഡുകൾ, PWD റോഡുകൾ കടന്നു പോകുന്നുണ്ട്. ഈ പഞ്ചായത്തിൽ ഇതുപോലെ കൊച്ചു റോഡുകളും അതുകൂടാണ്ട് 2 പ്രബല റോഡുകളും കടന്നു പോകുന്നുണ്ട്. ഒന്ന് ഓൾഡ് ആലുവ മൂന്നാർ റോഡ്, ഒന്ന് മാമലക്കണ്ടം ആവറുകുട്ടി കൊർത്തിക്കുടി റോഡ്. 400 വർഷം പഴക്കമുള്ള ഒരു ട്രൈബൽ കോളനിയാണ് കൊർത്തിക്കുടി. അങ്ങോട്ട് ഒരു വാഹനം പോലും ചെയ്യില്ല. അങ്ങോട്ട് റോഡ് പണിയാൻ ഫോറസ്റ്റുകാർ സമ്മതിക്കില്ല. അതിൻ്റെ ഉത്തരവുകളും പേപ്പറുകളുമാണ്. ഹൈക്കോടതി ഉത്തരവ് പോലും ഉണ്ടായിട്ട് ഫോറസ്റ്റ് കടത്തിവിടില്ല. ഫോറസ്റ്റ് രാജാണ് ഇവിടെ. മന്ത്രി പറയണ അദ്ദേഹത്തോട് ഞങ്ങൾ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷവും എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, കുട്ടമ്പുഴ വന്ന് ഇതിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം, നമുക്ക് പ്രശ്നങ്ങൾ തീർക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരിശോധിക്കട്ടെ. ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന ഇവരെ ഉദ്യോഗസ്ഥന്മാർ മന്ത്രിയെ ധരിപ്പിക്കുന്ന തെറ്റായ രീതി മാത്രമാണ്. യഥാർത്ഥ വസ്തുത ഇവർ അവിടെ ധരിപ്പിക്കില്ല. തന്നെയുമല്ല, ഇവിടെ ഒന്നും വനം കൊള്ളയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. ഇവിടുത്തെ ഈ റേഞ്ചുകളിലൊന്നും ഒരു വനം കേസ് പോലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. വനത്തിൽ ആരും കയറുന്നില്ല. അതാണ് വസ്തുത. വനത്തിൽ കയറിയാൽ അവനെ തീർക്കും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതായത് നാട്ടുകാർക്ക് വലിയ രോക്ഷമാണ്. കാരണം വനം വകുപ്പ് കൃത്യമായി ഇടപെടുന്നില്ല, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നില്ല എന്നതാണ് അവരുടെ പരാതി. ജനപ്രതിനിധികൾ ചർച്ച ചെയ്യണം, അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നേരിട്ട് നാട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അത് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമാണ്. എത്ര ജീവനാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇന്നിപ്പോ ഡ്രഡ്ജ് നിർമ്മാണം, ഫെൻസിങ് പണി അത് പൂർത്തിയാക്കാൻ പോകുന്നു. 5 ദിവസത്തിനുള്ളിൽ തെരുവുകളൊക്കെ സ്ഥാപിക്കും. ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ ബിനിൽ.
മധു, സ്വാഭാവികമായും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് ഈ ജനങ്ങൾക്ക് വേണ്ടി സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും അവരുടെ ക്ഷേമത്തിന് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ നടപ്പാകുന്നില്ല എന്നതാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ പരാതി. ഇന്നലെ എൽദോസാണ് മരിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. അത് ഈ നാട് മറന്നിട്ടില്ല. കാര്യം ഈ കോതമംഗലത്ത് നിന്ന് അധികം, കുട്ടമ്പുഴയിൽ നിന്നും അധികം ദൂരത്തിലല്ല അപകടവും സംഭവിച്ചത്. കാട്ടാന പന ചവിട്ടി മറിച്ച് ബൈക്കിന് മുകളിലേക്ക് ഇട്ടാണ് ആ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചത്. 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ സംഭവം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ അപകടവും ഉണ്ടാകുന്നത്. അതായത് ഈ മേഖലയിൽ വലിയ രീതിയിൽ കാട്ടാനകൾ പെരുകുന്നു എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അത്രമാത്രം കാട്ടാനകൾ ഉള്ളൊരു സ്ഥലമാണ്. ഏത് നിമിഷവും കാട്ടാനകൾ കാടിന് പുറത്തേക്ക് വരുന്നു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പരാതി.